തെരുവുനായയുടെ കടിയേറ്റ് മരണം ഉൾപ്പെടെ ഉണ്ടാകുമ്പോഴും അവയുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല. കോഴിക്കോട് ബീച്ചിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണ്. നായ്ക്കളെ വന്ധീകരിക്കുന്ന സംവിധാനത്തിനപ്പുറം ഷെൽട്ടർ ഹോമുകളൊന്നും ജില്ലയിലില്ല. 2024 മാത്രം കേരളത്തിൽ 3,16,000-ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം ഒരു 5 വയസ്സുകാരി നായയുടെ കടിയേറ്റ് വിഷബാധയേറ്റ് മരിച്ചിരുന്നു. അതിനുശേഷം വരുന്ന കണക്കുകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ മാസവും തെരുവുനായയുടെ കടിയേൽക്കുന്നത്. അതിൽ അപകടമരണം സംഭവിക്കുന്നവരുടെ എണ്ണവും നിരവധിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വിഷബാധയേറ്റ് മരണം സംഭവിക്കുമ്പോഴും ഒരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി തന്നെ പറഞ്ഞാൽ ഈ മലപ്പുറത്ത് 5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന ഒരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ 5 വയസ്സുകാരിക്ക് പെടുമരണം വാങ്ങിക്കൊടുത്തതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ അധികൃതർക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കോഴിക്കോട് പരിസരത്തെ സംബന്ധിച്ച് ഓരോ ഇടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. പക്ഷെ കൃത്യമായൊരു പ്രതിവിധി കണ്ടെത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കൃത്യമായി ഈ തെരുവുനായ്ക്കളെ കണ്ടെത്തി അവയെ വന്ധീകരിച്ച് വിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് കോഴിക്കോടുള്ളത്. കൃത്യമായ ഒരു ഷെൽട്ടർ ഹോമുകൾ ഇവിടെ എവിടെയും ഇല്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ദിവസേന ആളുകൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന ഗുരുതര സാഹചര്യം ഉണ്ട്. മാത്രമല്ല, ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൃത്യമായി തന്നെ ഈ കോർപ്പറേഷനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പോലും ഇത്തരത്തിൽ നായുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, ആ നായയെ ഈ ഉടമ ഒഴിവാക്കുകയാണെങ്കിൽ അതിനെ റോഡിലും മറ്റു പരിസരത്തൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഇവിടെയുണ്ട്. അങ്ങനെ റോഡിൽ ഉപേക്ഷിക്കാൻ പാടില്ല. കൃത്യമായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് ഈ നായ അവരെ ഏൽപ്പിക്കണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെ കൃത്യമായി അവർക്ക് വേണ്ട ചികിത്സ നൽകി ഇവരെ ഷെൽട്ടർ ഹോമുകളിൽ അല്ലെങ്കിൽ ഷെൽട്ടർ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് താമസിപ്പിക്കണം എന്നതാണ് ചട്ടം, നിയമം. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഷെൽട്ടർ ഹോമുകളും ഇല്ല എന്നതാണ്. നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി വന്ധീകരിച്ച് അതിനെ തിരിച്ച് അതേ സ്ഥലത്ത് വിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നാട്ടുകാരോടൊക്കെ സംസാരിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു 8 മാസം മുൻപൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ധീകരിക്കുന്ന നടപടി പോലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതിനുശേഷം പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് കടിയേൽക്കുന്ന സമയത്ത്, പ്രതിഷേധിക്കുന്ന സമയത്ത് അപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതാണ്. മാത്രമല്ല, ഈ പ്രദേശത്തൊക്കെ തന്നെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. കുഞ്ഞു കുട്ടികളാണ് ഈ നായ്ക്കളുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത് എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം 5 വയസ്സുകാരി മരിച്ചൊരു സാഹചര്യം. ഈ ഏതെങ്കിലും തരത്തിൽ പേവിഷബാധയുള്ള ഒരു നായുടെ കടി കഴുത്തിന് മുകളിൽ, തലയ്ക്ക് ഏതെങ്കിലും ഭാഗത്ത് കടിയേൽക്കുകയാണെങ്കിൽ പേവിഷബാധ വരാനുള്ള ഒരു സാധ്യത 10% ഉണ്ട് എന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണ് കടിയേൽക്കാനുള്ള ഒരു സാധ്യത ഏറെ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടാതെ കൃത്യമായി ഈ തെരുവുനായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നടപടി അധികൃതർ സ്വീകരിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ തെരുവുനായ എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. കൃത്യമായി നായ്ക്കൾ വളരേണ്ടത് തെരുവിലല്ല. അതിന് കൃത്യമായ ഒരു ഷെൽട്ടർ ഹോമുകൾ ഒരുക്കേണ്ടത് നമ്മുടെ അധികൃതർ തന്നെയാണ്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.